തമിഴ്നാട്ടിലെ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ മരണമാ സാധനമാണ് കേട്ടോ. ഇതാ ഇവിടെ നല്ല തിളച്ച പാല് ഇതാ ചായ അടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ചായ நல்லா இருக்கு. சாம்பார் சட்னி எல்லாமே சாம்பார் சட்னி அடிபொலி. இங்க 25 years சாப்பிட்டேன். ഹേ ഗൈസ്, മധുരയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പി നിങ്ങൾ നടക്കുകയാണോ എങ്കിൽ നിങ്ങൾ മധുരയിൽ കാലവാസയിലുള്ള അർച്ചന ഹോട്ടലിലേക്ക് തന്നെ വരണം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ അർച്ചന ഹോട്ടലിലാണ് കേട്ടോ. അപ്പം ഇതാണ് അർച്ചന ഹോട്ടലിൻ്റെ ഫ്രണ്ടേജ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാ ഇപ്പം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വേണ്ടിയിട്ട് നമ്മളും ആ സമയത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അർച്ചന ഹോട്ടലിൽ വെച്ചിട്ടാണ്. വരുമ്പോഴേ നമുക്കിവിടെ സ്വാഭാവികമായിട്ടും ഒരു ഫ്രണ്ടേജ്, ഒരു ടീ സ്റ്റാൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ നെയ്യപ്പം ഉണ്ട്, പിന്നെ അതുപോലെ പരിപ്പുവടയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഉഴുന്നുവടയുണ്ട്. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, മീൻസ് എനിക്കൊന്ന് ഉള്ളി വെച്ചിട്ടുള്ള സംഭവമാണ്. അണ്ണേ ഇതെന്തേ? ബോണ്ടയാ? ഓ ബോണ്ടയാണ് കേട്ടോ. ഇത് വന്ന് ബോണ്ട. ഓ ഇത് വന്ന് നെയ്യപ്പം, അപ്പം. ഓക്കെ റൈറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഫ്രണ്ടേജിലുള്ളത്. ചായ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി അതിനുശേഷം ഇവിടെ ചായ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണോ. മീൻസ് ഞാൻ എപ്പോഴും പറയാറുള്ളത് തമിഴ്നാട്ടിലെ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ മരണമാ സാധനമാണ് കേട്ടോ. ഇതാ ഇവിടെ നല്ല തിളച്ച പാല് ഇതാ ചായ അടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ചായ കാണിച്ചേ വേണ്ട, നമുക്കിത് കാണാം. നല്ലൊരു കിടിലൻ ചായ. നമ്മൾ ഓരോ കടയിലും എത്തുമ്പോഴത്തേന് അല്ലെങ്കിൽ ഓരോ ഹോട്ടലിൽ നമ്മൾ എത്തുമ്പോഴത്തേന് ആദ്യം നമ്മൾ ഈ ചായ അടിക്കുന്ന രീതി നമ്മൾ കാണും. അത് ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പം ചായ അടിക്കുന്നത് കുറച്ച് മാറിയൊക്കെ ആണെങ്കിൽ ഇവിടെ ചായ കുറച്ച് മെയിൻ സാധനമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ചായ അടിച്ച് അതൊന്ന് ശരിക്കും ഒന്ന് ഇങ്ങനെ കടുപ്പം എല്ലാം കയറ്റി വരുമ്പോഴത്തേന് അത് കിട്ടുന്ന ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ. അതാ ചായ വന്നു. അപ്പം എൻ്റെ ചായ ബ്രേക്ക്ഫാസ്റ്റിൽ ചായ കുടിച്ചിട്ട് നമ്മൾ തുടങ്ങിയാണ്. അപ്പം നേരെ നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഇതാ നല്ല കിടിലൻ ചായ കൊണ്ടാണ് ഞാൻ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കോലമൊക്കെ വരച്ച് കയറിയിട്ടുണ്ട്. അപ്പം മധുരയിലെ കാലവാസയിലുള്ള അർച്ചന വെജിറ്റേറിയൻ ഹോട്ടലിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വെൽക്കം ബാക്ക് സേഫ് കാർഡ് ഫ്ലേവേഴ്സ്. നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം. ഹലോ, எப்படி இருக்கு ஃபுட்டൊക്കെ? என்ன சாப்பிடுது? இட்லி. ஓகே, இட்லி ഒക്കെ எப்படி இருக்கு? நல்லா இருக்கு. சாம்பார் சட்னி அடிபொலி. இங்க ஓகே. ஹலோ, இது பிரதர். ஹலோ, உங்களோட பேரு? ஓகே. பொங்கல் எப்படி இருக்கு? நல்லா இருக்கு. சூப்பரா இருக்கு. ஓகே, தேங்க் யூ. எப்படி ஃபுட் எல்லாம் எப்படி? நல்லா இருக்கு. மீன்ஸ் എന്താണ് കഴിച്ചത്? என்ன சாப்பிட்டேன்? ഇഡ്ലി, ദോശ. ഓക്കെ, എല്ലാമേ സൂപ്പർ தான். இங்க ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്ന ചമ്മന്തി? என்ன சம்மந்தி? எல்லாமே சூப்பர் தான். ஓகே, தேங்க் யூ. இப்போ எப்படி இருக்கு பூரி பாஜி? தரமா இருக்கு. நல்லா இருக்கு. சூப்பரான. சூப்பர். எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கு. நல்லா இருக்கும். இங்க தான் ரொம்ப நாளா சாப்பிட்டேன். நல்லா இருக்கு. இடக்கு முன்னாடி இங்க ரொம்ப நாளா சாப்பிட்டேன். അതെയോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാപ്പിടുന്ന എന്താണ് ഐറ്റം? ദോശ நல்லா இருக்கும். ദോശ, பொங்கல், டிஃபன் எல்லாமே நல்லா இருக்கும். இங்க சர்வீஸ் ഒക്കെ எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கு. எப்படி இருக்கு ஃபுட் எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கும். முன்னாடி இங்க வருந்தா? நிறைய தடவை இங்கே தான் சாப்பிடுவேன். இங்கே தான் சாப்பிடுது. 25 years ஆயிட்டு இங்கே ஓப்பன் ஆகிருக்கு. அந்த மாதிரி அந்த சமயம் முதல் 25 years சாப்பிட்டுட்டு தான் இருக்கேன். அதையோ? நைஸ் நைஸ் நைஸ். எப்படி இருக்கு ஃபுட்டൊക്കെ எப்படி இருக்கு? சூப்பரா இருக்கு. நல்லா இருக்கும். டேஸ்ட் ഒക്കെ ഓക്കെ. സർവീസ് ഒക്കെ எப்படி இருக்கு? நல்லா கவனிப்பாங்க. ഓക്കെ. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർച്ചന ഹോട്ടലിന്റെ മാനേജറാണ്. സർ വണക്കം. உங்களோட பேரு? நேம் ஏ தர்மலிங்கம். தர்மலிங்கம். ஓ நைஸ் நேம். உங்களுக்கு மலையாளம் தெரியுமா? மலையாளம் தமிழ். ஒன்லி தமிழ். அப்போ நான்
தமிழில் பேசலாம். ஓகே, எப்படி இருக்கு பிசினஸ்? எப்படி இருக்கு? நம்ம பிஸ்னஸ் வந்து மதுரை காலவாசியில் அர்ச்சனா ஹோட்டல் 25 இயர்ஸாக இருக்கு. ஓ, 25 இயர்ஸ். ஆமாம், 25 இயர்ஸ். பியூர் வெஜ். பியூர் வெஜ். வெரி ஆரம்ப ஸ்டேஜ்லேருந்து இருக்கு. நல்ல குவாலிட்டி, பெஸ்ட் ஃபுட். ஒன்லி சவுத் இந்தியன் டிஃபன் ஒன்லி. சவுத் இந்தியன் டிஃபன் ஒன்லி. ஓகே. ஒன்லி நார்த் இந்தியன். சவுத் இந்தியன் பிரேக்ஃபாஸ்ட், மீல்ஸ் அண்ட் டின்னர் எல்லாம் அவைலபிள் இருக்கும். டின்னர்ல மார்னிங் வந்து 6:30 ஓப்பன். 6:30 ஓப்பன். 11 o'clock வரைக்கும் பிரேக்ஃபாஸ்ட். பிரேக்ஃபாஸ்ட்ல என்னெல்லாம் கிடைக்கும்? இட்லி, பொங்கல், பூரி, தோசை, மசால் தோசை, ரவா தோசை, ஓகே, பொடி தோசை, சப்பாத்தி, இந்த மாதிரி ஆல் ஐட்டம். ஓகே, ஆல் ஐட்டம் இருக்கு. லஞ்சுன்னு மீல்ஸ் ஆஃப்டர் டின்னர் மீல்ஸ் வந்து 3 காய், சாம்பார், ரசம், வத்தக்குழம்பு, ரசம், அன்லிமிட்டெட் மீல்ஸ். அன்லிமிட்டட் மீல்ஸ் அண்ட் குழம்பு. ஆமாம். பாயசம் இருக்கா? ஸ்வீட் பாயாசம். ஸ்வீட் பாயசம். ஓகே. டின்னர் இட்லி, பொங்கல், பூரி, பன்னீர் தோசை, மஷ்ரூம் தோசை, கொத்து பரோட்டா. கொத்து பரோட்டா இருக்கு. ஆமா, வெஜ்ல இங்கே பீச் பரோட்டா. இங்க ரெஸ்ட் டைம் வடிவேல் ஊத்தாப்பம். ஊத்தாப்பம் നൈസ്. അത് ഡിന്നറിൽ മാത്രമേ ഉള്ളൂ? ആമാ, ഡിന്നർ. വടിവേൽ മൂത്താപ്പം കേട്ടോ, ഇവരുടെ ഒരു സോളാപുരി ഫേമസ് സാധനമാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടുത്തെ റഷ് ടൈം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗസ്റ്റ് വരുന്നത്? நார்மல் லஞ்ச் ரஸ் லஞ்ச் டைம் மீல்ஸ் ரஸ் ப்ளஸ் மார்னிங் வந்து இப்போ ஸ்கூல் ஓப்பனிங் தான் நார்மலாக இருக்கும். ஓகே. மற்ற ரஸ் டைம் லீவ், ஹாலிடே லீவ், சண்டே சாட்டர்டே ரசம். ஓகே. வீடியோ பார்த்துக்கொண்டு லார்ஜ் ப்ளஸ் நம்ம ரெஸ்டாரண்ட் ப்ளஸ் லார்ஜ் ரூம்ஸ் இருக்கு. ரூம்ஸ் இருக்கு. பார்ட்டி ரூம்ஸ், ஏசி, நான் ஏசி ரூம்ஸ், மஹால், மினி பார்ட்டி ஹால் இருக்கு. ஓகே, எவ்ரிதிங் இஸ் ஹியர். അപ്പം എന്താ, ഇതാണ് അർച്ചന ഹോട്ടലിലെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. സോ ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനി ടിഫൻ ആണ് കേട്ടോ. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നെയ് റോസ്റ്റ് ഉണ്ട്, ദെൻ നമുക്ക് ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, അതുപോലെ ചമ്മന്തീസ് ഉണ്ട്, പിന്നെ നല്ല ഉഴുന്നുവടയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കേസരി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മിനി ടിഫിനകത്തുള്ളത്. ദെൻ അതിനുശേഷം മസാലദോശയും ഇവിടുത്തെ ചമ്മന്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഉഴുന്നുവട. അപ്പം നമുക്ക് ആദ്യം നെയ് റോസ്റ്റും നമുക്ക് അതുപോലെ തന്നെ സാമ്പാറും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. ഓക്കെ, ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ സമ്മ പെരുമയായി ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു. നോക്കാം നമുക്ക്. നല്ല സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ നെയ് റോസ്റ്റും സാമ്പാറും. എനിക്ക് ഈ തമിഴ്നാട്ടിലെ സാമ്പാറുകൾ ഭയങ്കര, അല്ലെങ്കിലും അവരുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഈ സാമ്പാറിൻ്റെ ഫ്ലേവറും സ്വാഭാവികമായിട്ടും ആ തമിഴ്നാട് സ്റ്റൈലിൽ തന്നെയുള്ള അതേ ഫ്ലേവർ കിട്ടുന്ന ഒരു സാമ്പാർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലി ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി നമ്മൾ പിടിച്ചിട്ട് പറയാം കേട്ടോ. ഇഡ്ഡലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, തമിഴ്നാട്ടിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇഡ്ഡലി ഒരു മെയിൻ സംഭവമാണല്ലോ. അപ്പോൾ ആ ഇഡ്ഡലിയുടെ ആ ക്വാണ്ടിറ്റിയും ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയുള്ളൊരു ഇഡ്ഡലിയാണ്. എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ, എന്നാൽ ഒരുപാട് വലിപ്പവും ഇല്ല, എന്നാൽ വളരെ ആ ഒരു ഇഡ്ഡലി എന്താണോ ആ പാത്രത്തിൽ കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ദെൻ നമുക്ക് മസാല ദോശ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മസാല ദോശ നമുക്കൊന്ന് എടുക്കുക. അതേപോലെ ഇപ്പം നമുക്ക് ഈ ഒരു ചമ്മന്തിയിലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. ബിക്കോസ് ഈ ഒരു ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. അതായത് ചെറിയ പുളിയും പിന്നെ അതുപോലെ ഇലകളുടെ ഒക്കെ, അതായത് മല്ലിയിലയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറില്ലേ, കറക്റ്റ് നമുക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വൺ ഇവിടുത്തെ ഉഴുന്നുവടയാണ്. ഉഴുന്നുവട നമ്മൾ കയറി വന്നപ്പോഴേ കണ്ടു ഉഴുന്നുവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ ഉഴുന്നുവട അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും. ഇതിന് പറ്റിയ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തിയിൽ ഡിപ്പ് ചെയ്തു കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഉഴുന്നുവട എന്നും പറയുന്ന പോലെ ലാസ്റ്റ് വൺ കേസരിയാണ്. കേസരിയും ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരമല്ലേ? കേസരി ഒന്നും പറയില്ല, അടിപൊളിയാണ് കേട്ടോ.
എനിവേ നമ്മുടെ അർച്ചന ഹോട്ടലിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് ഇത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങാം. അപ്പം അർച്ചന ഹോട്ടലിലെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് എവിടെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത് നമുക്ക് ഇവിടെയും ആസ്വദിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ മിനി മീൽസ് നമുക്ക് വളരെ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ല രീതിയിൽ വയറ് നിറയാനും സാധിക്കും. അപ്പം അത് നമുക്ക് അതിനകത്ത് സെലക്റ്റീവായിട്ട് നമുക്ക് എടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മിനി മീൽസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലും ഉച്ചയ്ക്ക് ലഞ്ചിനുണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അർച്ചന ഹോട്ടലിൽ നിൽക്കുന്നത് മധുരൈ കാലവാസയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവർക്ക് ഏകദേശം എത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. അപ്പം ഇവിടെ വരുവാണെങ്കിൽ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്, സ്റ്റേ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ വെജിറ്റേറിയൻ ഹോട്ടലും കൂടെയാണ്. എനിവേ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അർച്ചന ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളിയാക്കി നമ്മൾ. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ തമിഴ്നാട്ടിലുള്ള ഓരോ യാത്രകളിലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൽ നിന്നും ഞാൻ ഡ്രീം റോക്കി. ബൈ.